ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി.കോം ഫോർത്ത് സെമസ്റ്റർ മേജർ സബ്ജക്റ്റ് ആയിട്ടുള്ള അപ്ലൈഡ് കോസ്റ്റിംഗ് ആൻഡ് കൺട്രോൾ ഇതിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കണ്ടൻറ്റുകളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ മീനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം മനസ്സിലാക്കുക, ഇതൊരു തരത്തിലുള്ള ജോബ് കോസ്റ്റിംഗ് തന്നെയാണ്. പക്ഷേ ഈ ജോബ് കോസ്റ്റിങ്ങിൽ ഇതിൻ്റെ ഡ്യൂറേഷൻ കുറച്ചും കൂടെ ലെങ്തി ആയിരിക്കും. 2, 3, 4 വർഷമൊക്കെ എടുക്കുന്ന രീതിയിലുള്ള ഡ്യൂറേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇത്തരം കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത്തരം ജോബ് കോസ്റ്റിംഗ് ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത് ഏത് ഇൻഡസ്ട്രിയിലാണ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ലോങ് ഡ്യൂറേഷൻ എടുക്കുന്ന കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് പോലത്തെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കാൻ ചിലപ്പോൾ 4-5 വർഷമൊക്കെ എടുക്കും. അത്തരം സ്ഥലങ്ങളിൽ പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേഷൻ നടത്തുക, അങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ്. ഒരു സ്പെഷ്യൽ ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ബൈ ഫേംസ് എൻഗേജ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ വർക്ക് സച്ച് ആസ് ബിൽഡിംഗ്, ബ്രിഡ്ജസ്, റോഡ്, ഡാംസ്. ഇത്തരം ഇവരാണ് എന്ത് ചെയ്യുക, ബിൽഡിംഗ് പോലത്തെ ഇത്തരം സംവിധാനങ്ങളിൽ എന്ത് ചെയ്യുന്ന വരുന്ന സ്ഥാപനങ്ങളാണ് ഇത്തരം ഈ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ under this method, work is carried out according to the special requirement of the customer. കസ്റ്റമറിൻ്റെ സ്പെഷ്യൽ റിക്വയർമെൻറ്റ് പ്രകാരം തന്നെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, വർക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതേതുപോലെ ജോബ് കോസ്റ്റിങ്ങിൽ അങ്ങനെയല്ലേ. ആൻഡ് ഈച്ച് കോൺട്രാക്ട് ഈസ് ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് ജോബ്. ഓരോ കോൺട്രാക്റ്റും സെപ്പറേറ്റ് ജോബായിട്ട് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. സിൻസ് കോൺട്രാക്ട് usually take a long time to complete, the contract account is closed only after completion of the contract. ഓരോ കോൺട്രാക്റ്റിനും സെപ്പറേറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഉണ്ടാക്കും. എന്നിട്ട് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് കാലം എടുക്കുന്നതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റ് എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്യുക അപ്പോഴാണ് ഇതെന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. കോൺട്രാക്റ്റ് എപ്പം ടെർമിനേറ്റ് ചെയ്യും അപ്പോഴായിരിക്കും എന്ത് ചെയ്യുക, കോൺട്രാക്റ്റ് ക്ലോസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിനെ ടെർമിനൽ കോസ്റ്റിംഗ് എന്നും കൂടെ വിളിക്കാറുണ്ട്. In short, contract costing is method of ascertaining cost of each contract separately. ഓരോ കോൺട്രാക്റ്റിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് മെത്തേഡാണെന്ത്, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട്, പെട്ടെന്ന് പറഞ്ഞു പോകാം. It is a method of costing used mainly in construction and engineering industries. എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. വർക്ക് ഈസ് അണ്ടർടേക്കൺ അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് കസ്റ്റമർ ഓർ കോൺട്രാക്റ്റി. കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ കോൺട്രാക്റ്റി, കസ്റ്റമറിന് അവിടെ കോൺട്രാക്റ്റി എന്നാണ് പറയുക, കോൺട്രാക്റ്റിയുടെ റിക്വയർമെൻറ്റ് പ്രകാരമാണ് വർക്ക് ചെയ്തു കൊടുക്കുക. അല്ലാതെ എൻ്റെ വീടിൻ്റെ പണി മറ്റാൾ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ, സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റിയുടെ റിക്വയർമെൻറ്റ് പ്രകാരമാണ് ചെയ്യുക. അതുപോലെ തന്നെ ഈച്ച് കോൺട്രാക്ട് ഈസ് ലാർജ് ജോബ് ഇൻവോൾവിങ് ഹ്യൂജ് കോസ്റ്റ്. കോൺട്രാക്റ്റ് വലിയ ജോബാണ്, ലാർജ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നതുകൊണ്ടാണ് ലാർജ് ജോബാണ്, അതുകൊണ്ട് തന്നെ ഹ്യൂജ് കോസ്റ്റ് ഇൻവോൾവ് ആണ്. വർക്ക് ഈസ് എക്സിക്യൂട്ടഡ് അറ്റ് ദ കസ്റ്റമർ സൈറ്റ് ആൻഡ് നോട്ട് ഇൻ ദ ഫാക്ടറി. വീടൊക്കെ ഉണ്ടാക്കുന്നത് കസ്റ്റമറിൻ്റെ സൈറ്റിലാണ്, അല്ലാതെ ഏതെങ്കിലും ഐസ്ക്രീമോ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ വീട്ടിൽ വെച്ചിട്ടല്ല, അല്ലെങ്കിൽ ഫാക്ടറിയിൽ വെച്ചിട്ടല്ല. എ കോൺട്രാക്ട് ജനറലി ടേക്സ് എ ലോങ് ടൈം ടു കംപ്ലീറ്റ്, ലോങ് പീരിയഡ് ടു കംപ്ലീറ്റ്, യൂഷ്വലി മോർ ദാൻ 1 അക്കൗണ്ടിങ് ഇയർ. ഒരു മോർ ദാൻ 1 അക്കൗണ്ടിങ് ഇയർ നോർമലി എന്ത് ചെയ്യും, ഇത് എടുക്കും എന്നുള്ളതാണ്. എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഫോർ ഈച്ച് കോൺട്രാക്ട് ആൻഡ് ഓൾ എക്സ്പെൻസസ് റിലേറ്റഡ് ടു ദാറ്റ് കോൺട്രാക്ട് ആർ ചാർജ്ഡ് ടു ഇറ്റ്. എന്താണ്, എ സെപ്പറേറ്റ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കും. ആ അക്കൗണ്ടിൻ്റെ പേരാണ് കോൺട്രാക്ട് അക്കൗണ്ട്. ഫോർ ഈച്ച് കോൺട്രാക്ട്, ഓരോ കോൺട്രാക്ട്. എന്നിട്ട് ഓൾ എക്സ്പെൻസസ് റിലേറ്റഡ് ടു ദാറ്റ് കോൺട്രാക്ട് ആർ ചാർജ്ഡ് ടു ഇറ്റ്. എന്നിട്ട് ഒരു കോൺട്രാക്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എക്സ്പെൻസും അതിലെന്ത് ചെയ്യും, ചാർജ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദി എക്സ്പെൻസസ് ഈസ് ഇൻ എ കോൺട്രാക്ട് ആർ ഡയറക്റ്റ് കോസ്റ്റ്. ഇതിൽ വരുന്ന മോസ്റ്റ് ഓഫ് ദി എക്സ്പെൻസും ഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും അല്ലേ. കാരണം ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ ആണ്. ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ മെറ്റീരിയൽ ആയാലും ലേബർ ആയാലും അതായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അതുതന്നെ ഇതിലെ മോസ്റ്റ് ഓഫ് ദി എക്സ്പെൻസും ഡയറക്റ്റ് ആയിരിക്കും, സച്ച് ആസ് മെറ്റീരിയൽ, വേജസ് ആൻഡ് സൈറ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്തായിരിക്കും, വളരെ സ്മോൾ പാർട്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക.
പിന്നെ അതേപോലെ തന്നെ പ്രോഫിറ്റ്, നമ്മൾ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ഉണ്ടാവും. എന്താണ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 5 വർഷമൊക്കെ ഡ്യൂറേഷൻ എടുക്കുന്ന ഒരു കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ ഈ 5 വർഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ 1-ാമത്തെ വർഷം, 2-ാമത്തെ വർഷം, 3-ാമത്തെ വർഷം, 4-ാമത്തെ വർഷം, 5-ാമത്തെ വർഷം, ഈ 1-ാമത്തെ വർഷം ഇത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആണ്, 2-ാമത്തെ വർഷം ഇത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആണ്, 3-4 വർഷങ്ങളിൽ ഇത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ഈ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിലുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥ പ്രോഫിറ്റ് അല്ല. നമ്മൾ ആ സമയത്തുള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ പ്രോഫിറ്റിനെ വിളിക്കുന്ന പേര് നോഷണൽ പ്രോഫിറ്റ് എന്നാണ്. നോഷണൽ പ്രോഫിറ്റ്. ഈ നോഷണൽ പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത വിഹിതം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുള്ളൂ. ഉദാഹരണത്തിന് 1 ലക്ഷം രൂപ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ചിലപ്പോൾ അതിൻ്റെ ഒരു 3-1 ഭാഗമോ അല്ലെങ്കിൽ 4 ഭാഗമൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുള്ളൂ. അത് മാറ്റൽ നമ്മുടെ തോന്നിയ പോലെയല്ല. അതിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് പോലത്തെ ഒരുപാട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളും കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളും ഒക്കെ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, പ്രോഫിറ്റ് ഷോൺ ഇൻ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ്. ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ കാണിച്ചിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ കാണിച്ചിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നോഷണൽ പ്രോഫിറ്റ് എന്നാണ് പറയുക. ഇറ്റ് ഈസ് നോട്ട് ദ ആക്ച്വൽ പ്രോഫിറ്റ്. അതെന്തല്ല, നോട്ട് ആക്ച്വൽ പ്രോഫിറ്റ്, ആക്ച്വൽ പ്രോഫിറ്റ് അല്ല. ഓൺലി പാർട്ട് ഓഫ് ദിസ് പ്രോഫിറ്റ്, ഇതിലെ പാർട്ട് ഓഫ് ദിസ് പ്രോഫിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആക്ച്വൽ പ്രോഫിറ്റ് ഈസ് നോൺ ഓൺലി ആഫ്റ്റർ ദ കോൺട്രാക്ട് ഈസ് കംപ്ലീറ്റഡ്. 5-ാമത്തെ വർഷം കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ആക്ച്വൽ പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിലുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് നോഷണൽ പ്രോഫിറ്റ് ആണ്. അതിൻ്റെ ഒരു വിഹിതം മാത്രമേ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുള്ളൂ എന്ന് മാത്രമല്ല പിന്നെന്താ, അതിൻ്റെ ആക്ച്വൽ പ്രോഫിറ്റ് നമുക്ക് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എവിടെയൊക്കെയാണ് അപ്ലിക്കബിൾ ആവുക എന്നുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. വ്യത്യസ്ത ഇൻഡസ്ട്രി പറയുന്നുണ്ട്. ഇനി ജോബ് കോസ്റ്റിങ്ങും കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നുണ്ട്. അത് നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. ജോബ് ടേക്സ് എ ഷോർട്ട് ടൈം ഫോർ കംപ്ലീഷൻ. ജോബ് എന്ത് ചെയ്യും, ചെറിയ ടൈമേ എന്ത് ചെയ്യുള്ളൂ, കംപ്ലീഷന് വേണ്ടി ചെറിയ ടൈമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ലോങ് ടൈം എന്ത് ചെയ്യും, വരും എന്നുള്ളതാണ്. ജോബ് ഫാക്ടറി പ്രിമൈസസിലാണ് നോർമലി ചെയ്യുക. ഇത് കസ്റ്റമറിൻ്റെ സൈറ്റിലാണ് ചെയ്യുക. അതുപോലെ തന്നെ ജോബ് സ്മോൾ വർക്കാണ്, ഇവിടെ ബിഗ് ജോബാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ജോബ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നാൽ ഇവിടെ പ്രോഫിറ്റ് കംപ്ലീറ്റ് അല്ലെങ്കിലും നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് നോഷണൽ പ്രോഫിറ്റ്. അതിൻ്റെ ഒരു വിഹിതം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുമല്ലോ, അതാണ്. പിന്നെ പ്രൊപ്പോർഷൻ ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഹൈ ആണ്. ഇതിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ഹൈ ആയിരിക്കും. എന്നാൽ ഇവിടെ ഇൻഡയറക്റ്റ് കോസ്റ്റ് വളരെ ലോ ആയിരിക്കും, ഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. പിന്നെ സെല്ലിംഗ് പ്രൈസ് ഈസ് റിസീവ്ഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ജോബ് ഫുള്ളി. സെല്ലിംഗ് പ്രൈസ് ഒക്കെ കിട്ടിയപ്പോഴാണ്, ജോബ് കംപ്ലീറ്റ് ആയതിനു ശേഷം പ്രൈസ് കിട്ടുള്ളൂ ജോബ് കോസ്റ്റിങ്ങിൽ. എന്നാൽ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ ഇങ്ങനെ വർക്ക് പ്രോഗ്രസ് ആവുന്നതിനനുസരിച്ച് കിട്ടും. പ്രൈസ് ഈസ് റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ബേസ്ഡ് ഓൺ ദ വർക്ക് ഇൻ പ്രോഗ്രസ്. പ്രോഗ്രസ് ഓഫ് വർക്കിൻ്റെ പ്രോഗ്രസ്സിനനുസരിച്ച് പൈസ കിട്ടും എന്നുള്ളതാണ്. കാരണം ജോബ് കോൺട്രാക്റ്റ് വളരെ ചെറിയ പീരീഡ് ആയതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക, പൈസ കിട്ടുക എന്നുള്ളത്.